മഹാരാഷ്ട്രയിലെ BJPക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാഗ്പൂരിൽ നിന്ന് തന്നെയായിരിക്കും അതിന് തുടക്കമിടുക എന്നുള്ളതും വളരെ വ്യക്തമാണ്. നാഗ്പൂരിൽ BJPയും RSSും തമ്മിൽ തെറ്റിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തം. എന്നാൽ നിതിൻ ഗഡ്കരിയെ ഓർത്ത് തന്നെയാണ് RSS പല കാര്യങ്ങളിലും കാർക്കശ്യത്തോടുകൂടി തീരുമാനം എടുക്കാത്തത്. എന്നാൽ ഇപ്പോൾ ഫട്നാവിസിനെ പിടിച്ച് പ്രധാന സ്ഥാനത്തേക്ക്, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവന്നാൽ അതിനെ RSS ചോദ്യം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. RSS ഉയർത്തിക്കാട്ടുന്ന പേര് നിതിൻ ഗഡ്കരിയുടെ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടും യോഗ്യൻ നിതിൻ ഗഡ്കരി തന്നെയാണെന്നും അല്ലെങ്കിൽ RSS BJPയെ പിന്തുണയ്ക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി ക്യാമ്പയിനിങ്ങിൽ ഉടനീളം ഉദ്ധവ് താക്കറെ കടന്നാക്രമിച്ചിരുന്നു. ഉദ്ധവ് താക്കറെ ബാൽ താക്കറെയുടെ ശരിയായ പുത്രനല്ല എന്ന രീതിയിൽ വരെ അദ്ദേഹത്തിനെ തരം താഴ്ത്തി കെട്ടി. ഇത് കൃത്യമായും ഡിഫമേഷന് കേസ് കൊടുക്കേണ്ട വിഷയമായി തന്നെ ഉദ്ധവ് താക്കറെ കരുതുന്നുണ്ട്. മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ട രീതിയിലാണ് ഒരു പ്രധാനമന്ത്രി ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ മ്ലേച്ഛമായി പറഞ്ഞിരിക്കുന്നതെന്ന് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി. തൻ്റെ പിതാവിനെ മാത്രമല്ല തൻ്റെ മാതാവിനെയും അവഹേളിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ വാക്യം വ്യക്തമായത്. അദ്ദേഹവുമായി കൂട്ടുകൂടുന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി സഖ്യത്തിലല്ല എന്ന് കരുതി എന്തും പറയാമോ ബാൽ താക്കറെയുടെ ലെഗസിയെ പറ്റി എന്നാണ് ഉദ്ധവ് താക്കറെ വീണ്ടും വീണ്ടും വിവരിച്ചത്. നമുക്കറിയാം, ഉദ്ധവ് താക്കറെയുടെ പാർട്ടി, അതായത് ശിവസേനയെ പിളർത്തിയത് BJPയാണ്. BJPയാണ് അതിനകത്ത് ഷിൻഡെ വിഭാഗത്തിനെ കൊണ്ടുവന്നത്, ഉദ്ധവ് താക്കറേക്ക് എതിരായി നിർത്തിയത്. അതുകൊണ്ടൊന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേന തളരില്ല എന്ന് സഞ്ജയ് റാവത്ത് വെറുതെ പറയുന്നതല്ല. സഞ്ജയ് റാവത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, BJPയുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ചിലവാവുകയില്ല. യഥാർത്ഥ ശിവജിയുടെ പുത്രന്മാരെ അങ്ങനെ ഇങ്ങനെയൊന്നും BJPക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഹിമന്ത് വിശ്വ ശർമ്മ എന്നല്ല ഒരു ട്രബിൾ ഷൂട്ടർ വിചാരിച്ചാലും ഇവിടെ വന്ന് BJPക്ക് ആള് കളിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുകയാണ്. ഉദ്ധവ് താക്കറെയുടെ ലെഗസി എന്താണെന്നുള്ളത് പറഞ്ഞു പറയിപ്പിക്കേണ്ട കാര്യം ആർക്കും ഇല്ല, എല്ലാവർക്കും അറിയാം. മറാത്തികൾക്ക് മുഴുവൻ അദ്ദേഹത്തിനോട് സ്നേഹമാണ്. അദ്ദേഹം 2 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം വളരെ സ്തുത്യർഹമായിരുന്നു എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത്? ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ രീതികളെ പറ്റി, അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെ പറ്റി പറയാൻ മോദി എന്തർഹതയാണുള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ ഉദ്ധവ് താക്കറെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പാരമ്പര്യമല്ല എൻ്റെ പാരമ്പര്യമെന്നും ബാൽ താക്കറെയുടെ മകനെ അവഹേളിക്കാൻ മറാത്തികൾ സമ്മതിക്കില്ല, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും നിങ്ങളുടെ ഈ തട്ടിക്കൂട്ട് സർക്കാർ 8 നിലയിൽ പൊളിയുമെന്നും അത് പൊളിഞ്ഞ് പാളീസാകുമെന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ തീർച്ചയായും മഹാവികാസ് അഘാടി 35-ലേറെ സീറ്റുകൾ നേടിയെടുക്കും എന്നാണ് സഞ്ജയ് റാവത്ത് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അത് ജൂൺ 4-ാം തീയതി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.